Let's go! Today is the day, brothers! ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ് ഈ കാറ്. ഓക്കെ, കാർ എടുക്കാൻ പോയെന്ന് ഞാൻ പറയട്ടെ. യൂസ്ഡ് കാറാണ്, പുതിയൊന്നും വാങ്ങാനുള്ള ഇത് നമ്മളതിലില്ല. അപ്പോൾ യൂസ്ഡ് ആണ്. കുറേ റിസർച്ച് ചെയ്ത് കുറേ ഇതാക്കിയിട്ടാണ്. കുറേ ആൾക്കാരെ കളിയാക്കൽ നേരിട്ടിട്ടുണ്ടാ. ഞാൻ കാര്യം പറയാല, കാർ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ കുറേ ആൾക്കാരെ കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ട് ഞാൻ. ഊബർ പിടിച്ചു പോടാ, ബസ് പിടിച്ചു പോടാ, ഓട്ടോറിക്ഷ പോടാന്ന് പറഞ്ഞിട്ട് കളിയാക്കലുണ്ട്. ഇനി ആ കളിയാക്കൽ നടക്കൂല. കാര്യം പറയാല, ഇനി എൻ്റെ കളികൾ ഞാൻ പറയുന്നത്. എനിക്ക് അമ്മ ഒരാളെ വെയിറ്റ് ചെയ്ത് ചങ്ങായി അരമണിക്കൂർ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഡെലിവറി എല്ലാം ഉണ്ടോ? വണ്ടി എടുക്കുന്ന പുതിയ അത് സർപ്രൈസാ. ഏത് വണ്ടിയാന്ന് അറിയില്ല, അത് സർപ്രൈസ്. മിനി കൂപ്പർ അല്ലേ അത്? മിനി കൂപ്പർ അല്ല, പക്ഷെ മിനി പോലെയുള്ളൊരു വണ്ടിയാ. ഞങ്ങൾക്ക് ചെലവുണ്ടോ? ചെലവാ? നീ ഏതാ? നമ്മളിങ്ങനെയൊക്കെ ഇങ്ങനെ വന്നോണ്ട് അങ്ങനെയൊക്കെ ചെലവ് വരാൻ വേണ്ടി ഞാൻ വണ്ടി എടുക്കാന്നല്ല തട്ടിക്കൂട്ടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ എനിക്ക് ചെലവും കൂടി ഞാൻ തരാം. വണ്ടി എടുക്കുന്ന ചെലവാണല്ലോ. ഇല്ല, ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്യാൻ. ആള് വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, ചങ്ങായി എന്ത് ഡിലേ പറയല്ലോ ഒട്ട. ഞങ്ങൾ പറയട്ടെ, ഞാൻ OLX കൂടി ഒരു ചങ്ങായിനെ പരിചയപ്പെട്ടു. ചങ്ങായിനെ വണ്ടി ഞാൻ എടുക്കാൻ പോകുന്നത്. OLX കൂടി ഒരു ചങ്ങായിനെ പരിചയപ്പെട്ടതാണ്. ചങ്ങായാണെങ്കിൽ ഇവിടെ പോസ്റ്റ് ആക്കി ഇതിന്റെ മുന്നിൽ വരാൻ പറ്റും. കുറെ സമയം കട്ട പോസ്റ്റ് മൊത്തം. ഞാൻ കാര്യം പറയാലോ. ആ ഇതാ ഇയാളെ അത് പേരെന്തേലും പറഞ്ഞ ഏഞ്ചലാ. ഓ അങ്ങനെ, സോജൻ വർഗീസ് ഏഞ്ചൽ. ഏതാ പേര്? കാരണം ഞാൻ പറയട്ടെ, ഞാൻ പണ്ട് സിനിമയിൽ ഇങ്ങനത്തെ പേര് കേട്ടിട്ടുള്ളൂ. വണ്ടിയിൽ കയറി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എവിടെ വണ്ടിയുള്ളേ? വണ്ടി കുറച്ച് അപ്പുറത്തെ പാലത്തിന് വണ്ടി ഇവിടെ കൊണ്ടുവരാന്നല്ലോ പറഞ്ഞേ. അപ്പുറത്തെ പാലത്തിന് അടി കൊണ്ടുവരാന്നാ പറഞ്ഞത്. അല്ല, എനിക്ക് ഇവിടുന്ന് വണ്ടി ഇതാക്കണം എന്നാ എന്റെ ആഗ്രഹം. ഇതോ വണ്ടികളെല്ലാം നോക്കി ഇതിന്റെ മുന്നിന്ന്, അതല്ല അതിന്റെ ഒരു രസം. ഇവിടുന്ന് ലോഞ്ച് ചെയ്താൽ നല്ലതല്ലേ ഗൈസ്? അവിടെ ഇവിടുന്നല്ലേ ഇതിന്റെ മുന്നിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്നല്ലേ നല്ലത്. നിങ്ങൾ മറ്റേ ഇതെല്ലാം ചെയ്തിനാ? ഈ ലോഞ്ച് ചെയ്യുന്ന പരിപാടി അല്ല, ഈ കാർ എടുക്കുന്ന പരിപാടിയില്ലേ, ഇങ്ങനെ മൂടി പൊതക്കെല്ലാം ചെയ്യൂലേ? ഓ, നന്നായി പൊതച്ചിരിക്കുകയാണ്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പൊതച്ചിട്ടുണ്ട്, ബലൂണൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, റിബണൊക്കെ കെട്ടിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഇങ്ങോട്ട് കൊണ്ടുവരാൻ വഴിയൊന്നുമില്ല വണ്ടി. എനിക്ക് ഇവിടുന്ന് വണ്ടി ഉദ്ഘാടനം ചെയ്യണം. അത് ഓക്കെ, അതെല്ലാം പോലെ വണ്ടി വെച്ച് അങ്ങനെ ചെയ്യാൻ. അയ്യോ, അതുപോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് ചിലവുണ്ട്. ഇപ്പൊ അറിഞ്ഞ കാശിന് വണ്ടി തരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് ഞാൻ പറയുന്ന പോലെ തന്നെ തരാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ തരാം. അല്ലാണ്ട് ഈ റോയൽ ഡ്രൈവിൽ നിങ്ങൾക്ക് വണ്ടി തന്നെന്ന് പറഞ്ഞാൽ അത്രയൊന്നും ആയിട്ടില്ല. വണ്ടിയിൽ കയറി നമുക്ക് പോവാം. നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന വണ്ടി ഉണ്ടല്ലോ, വളരെ സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉള്ള വണ്ടിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ ഒരു വണ്ടി കച്ചവടം അല്ല. അച്ഛന്റെ ഓർമ്മയിൽ നമ്മൾ കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു വാഹനമാണ്. അത് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചു. നിങ്ങളുടെ സംസാരവും കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടി ആയിരുന്നപ്പോഴത്തേക്ക് എനിക്ക് വളരെ ഡീസന്റ് ആയിട്ട് തോന്നി. അല്ല, നേരിട്ട് നിങ്ങളുടെ രൂപം ഭാവമൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു മുടി, വേണമെങ്കിൽ പറയാം, മുടി ഒരു സാധനമാണ്. ശരിക്കും പറഞ്ഞാല് താനത് പൊന്നുപോലെ നോക്കൂ എന്നുള്ള വിശ്വാസത്തില്ല തന്നെ ഞാൻ ഏൽപ്പിക്കുന്നത്. എന്റെ പേര് സൗജൻ വർഗീസ് ഏഞ്ചൽ. പണ്ട് മുതലേ ചെറുപ്പത്തില് സിനിമയിൽ ഇതിലല്ല ഇങ്ങനത്തെ പേരാണ്. എന്താണ്? മൈക്കിൾ, ഫ്രാങ്ക്ലിൻ, ഇങ്ങനത്തെ പേരില്ലേ? നമ്മളെ നാട്ടിലെല്ലാം അയമു, മജീദ്, നിയാദ്, ഖാനും ഇതെല്ലാം നമ്മളെ നാട്ടിലുള്ള പേര്. What is up everybody? Welcome back to another live stream. Guys, ഇന്ന് കാർ ലോഞ്ച് നടക്കാൻ പോയത്. കാർ ലോഞ്ച് എന്റെ ജീവിതത്തിലെ ഫസ്റ്റ് വണ്ടി. അത്രയും കഷ്ടപ്പെട്ട് റിസർച്ച് ചെയ്ത് അത്രയും ഇതെല്ലാം ആക്കിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ ചെയ്യാവുന്നതാണ്, ഇന്നലെ ഇത് IR ചെയ്യാവുന്നതാണ്. പക്ഷെ എന്റെ കുറച്ച് ഹെൽത്തിന്റെ പ്രശ്നം കാരണം അത് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പൊ ഇൻഹേലർ എടുക്കലും കുറെ ഹാർട്ട് പ്രോബ്ലംസ് എല്ലാം ഞാൻ ചാവനായി സംഭവം. അതുകൊണ്ട് ഇന്നലെ ചെയ്യാൻ പറ്റില്ല. ഇതുവരെ ഗസ്റ്റ് ചെയ്തിട്ടില്ല. ആരും ഗസ്റ്റ് ചെയ്തിട്ടില്ല. ആൾക്കാർ ഗസ്റ്റ് ചെയ്ത്, കുറച്ച് ആൾക്കാർ ഗസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതാ വണ്ടിന്ന്. കുറച്ച് ആൾക്കാർ ഗസ്റ്റ് ചെയ്ത്. ഓക്കെ, പൊടി മൊത്തം
അല്ല എനിക്ക് അലർജി ഉണ്ട്, ഉള്ളിൽ കയറാൻ പറ്റില്ല. ഹാർട്ടിന്റെ പ്രശ്നമുണ്ട്, ചാവാനായതോ അതോ. BM, ഫോർച്യൂണർ, സാറ, പജേറോ. എടാ പജേറോ എൻ്റെ വലിയൊരു പജേറോ ഒരു അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ലടാ, അത് ഞാൻ പിന്നെ പറയാം. ഗൈസ് അങ്ങനെ എൻ്റെ ഒരുപാട് കാലത്തെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോയത് ഞാൻ. ഇന്നത്തെ രസങ്കിലാകെ എൻ്റെ കാർ ഇറ്റ്സ് കമ്മിങ്. ഒന്ന് കത്രിക ചേട്ടാ, കത്രിക. ഈ ശുഭസായാഹ്നത്തിൽ താങ്കൾക്ക് ഈ വാഹനം കൈമാറുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. ഞാനും ഹാപ്പിയാണ്. കാരണം കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു വണ്ടി എന്നുള്ളത്. ഓ കാർ മൈ ഡ്രീം കം ട്രൂ ബ്രദർ. അങ്ങനെ നിഹാദിന്റെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും ഇച്ചങ്ങനെ OLX കൂടെ പരിചയപ്പെട്ട, വാട്സപ്പിൽ കൂടെ ചാറ്റ് ചെയ്തിട്ടുള്ള പരിചയം അല്ല, OLX കൂടെ ചാറ്റ് ചെയ്തിട്ടുള്ള പരിചയം. ഈ ചങ്ങായി കാരണം എന്റെ ഒരു എന്താ പറയാ ജീവിതാഭിലാഷം, എന്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഹെൽപ്പ് ചെയ്ത ചങ്ങായിയാണ്. എന്തെല്ലാം പറഞ്ഞു, എന്റെ ആഗ്രഹം റോയൽ ഡ്രൈവ് എന്നായിരുന്നു. പക്ഷെ സ്റ്റിൽ ഇടുന്നായാലും എന്റെ ആഗ്രഹം നടക്കാൻ പോയി. നോക്കെ വണ്ടി ഇട്ടാരാണ്. ഓ അവിടെ ഈടെ ആയാലും ആൾക്കാർ, ഞാൻ കാര്യം പറയട്ടെ, സെലിബ്രേറ്റ് ചെയ്യാൻ ആളുണ്ടാവില്ല എന്നാ ഞാൻ വിചാരിച്ചാടാ. ഞാൻ പ്ലാൻ ചെയ്ത സ്ഥലത്തുനിന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പുറത്ത്. പക്ഷെ ഈടെ ആയാലും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി, അതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതെന്താ പ്രസാദം തരുന്നത്, ഇങ്ങനെയല്ല താക്കോല് വരുവായിരുന്നു. ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കട്ടെ. അല്ല ഏട്ടാ, ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഓടിക്കാൻ അറിയില്ല. അല്ല ഇത് ഓടിക്കാൻ ആള് വേണോ? ഞാൻ ഇത് എടുത്ത നിങ്ങൾ ഓടിക്കോ? വണ്ടി അവിടെ കൊണ്ടിട്ടത് ഓടിക്കാനുള്ള ആള് 2 ദിവസം കഴിഞ്ഞാൽ വരും. വണ്ടി ഓടിക്കാനുള്ള ആള് വന്നിട്ടില്ല. വണ്ടി ഓടിക്കാനുള്ള ആള് ഇതുവരെ വന്നിട്ടില്ലടാ. ചേട്ടാ ഇത് വണ്ടി വീട്ടിലൊന്ന് എത്തിച്ചെന്നാ മതി ചേട്ടാ. ഇതൊന്ന് വീട്ടിലെത്തിച്ചെന്നാ മതി. അല്ല ഞാൻ ഓടിക്കൂല, എനിക്ക് ഓടിക്കാൻ അറിയുന്ന ആള് നാട്ടിൽ പോയിട്ടാണല്ലേ. ഞാൻ ആ കാര്യം ചിന്തിച്ചില്ല. ഏതോ വാങ്ങുന്ന കാര്യം അങ്ങനെ വണ്ടി ഓടിക്കാൻ ഇതുവരെ പെട്ടിട്ടില്ല. ഇനി അങ്ങോട്ട് പഠിക്കാലോ, ഇനി ഇതാക്കാലോ, സെറ്റാക്കാലോ. ഫോട്ടോ എടുത്തോ ഒരു മിനിറ്റ്. വണ്ടിന്റെ ഒന്നും ചേട്ടാ ഒന്ന് വണ്ടി ഒന്ന് കൊണ്ടുതരൂലേ? ക്യാഷ് ഞാൻ പറയട്ടെ ഇപ്പൊ തന്നെ. എടാ ചേട്ടാ എവിടെയാ ഇത് ലൈസൻസ് എടുക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വീടിന് അങ്ങനത്തെ പരിപാടി ഇല്ല, വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കൂല? എന്തെല്ലാം വേണ്ടേ? എടുത്തോ. വണ്ടി കാണിക്കുന്നില്ലേ? വണ്ടിന് ഫോട്ടോ വേണമെങ്കിൽ എടുത്തോ ഫോട്ടോ എടുത്തോ. എനിക്കൊന്ന് വണ്ടി പഠിപ്പിക്കാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഇവിടെ? വണ്ടി ഓടിക്കാനായിട്ട് ധൈര്യം ഉണ്ടോ? ധൈര്യമെല്ലാം ആവശ്യമുണ്ടോ? ഞാൻ ഓടിക്കലുണ്ട്, മറ്റേ ഇതിലോടിക്കൽ സിമുലേറ്റർ ഓടിക്കലുണ്ട്. അതുകൊണ്ട് വണ്ടി വഴിയിൽ ഓടിക്കാൻ പറ്റുമൊന്നുമില്ല. അല്ല മറ്റേ ഇതില്ലേ സ്റ്റിയറിംഗ് വീല് മേടിച്ചിട്ടുണ്ട്, ഞാൻ വീട്ടിലുണ്ട്. ഞാൻ ഗെയിമിലെല്ലാം ഓടിക്കലുണ്ട്. ഗെയിം വേറെ, റിയൽ ലൈഫ് വേറെ, അതിനെ കുറിച്ച് അല്ല. പക്ഷേ അത് പഴയ അത് പണ്ട്. ഇപ്പൊ അങ്ങനെയല്ല. സ്റ്റിയറിംഗിൽ നമുക്ക് അതേ വണ്ടീന്റെ അതേ കൺട്രോൾ കിട്ടും. നമുക്ക് നോക്കാം. സ്റ്റിയറിംഗ് വീലും നാളെ ചവിട്ടുന്ന സാധനം ഉണ്ട്, വീട്ടിലുണ്ട്, കമ്പ്യൂട്ടറിൽ കളിക്കുന്നത്. ബ്രദർ ഇതല്ലേ എന്റെ പുതിയ വണ്ടി ഉണ്ടോ? വണ്ടീനെ വേണമെങ്കിൽ ഫോട്ടോ എടുത്തോ. അത് എന്റെ കാല് കൊടുക്കുന്നടാ, അതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയുന്നില്ല.
ഹലോ മാൻ, നിങ്ങൾ അപ്പുറത്തിരിക്കും, ഞാൻ ഓടിക്കാം. നിങ്ങൾക്ക് ഓടിക്കാൻ തരാം. അല്ല ഞാൻ പിന്നെ ഇത്രയും ചെലവാക്കി വണ്ടി വാങ്ങിയിട്ട് അപ്പുറത്തെ സൈഡിലിരിക്കും, നിങ്ങൾക്ക് ഞാൻ ഓടിക്കാൻ തരാം. വണ്ടി വാങ്ങിച്ചാൽ ഉടനെ വണ്ടി ഓടിക്കാൻ പറ്റുന്ന പരിപാടിയൊന്നും അല്ല. കാല് കൊടുക്കുന്ന കേട്ടോ, അതാണ് പ്രശ്നം. വാഹനം ഓടിക്കുമ്പോ വിലയൊന്നുമില്ല. വാഹനം ഓടിക്കുമ്പോ ഒന്ന് വിട്ടിട്ട് വലിക്കും. വാഹനം ഓടിക്കുമ്പോ എപ്പോഴും സ്റ്റിയറിംഗ് ഫ്രണ്ടിലിരിക്കുന്നവരും പുറകിലിരിക്കുന്നവരും സീറ്റ് ബെൽറ്റ് മസ്റ്റ് ആയിട്ട് ഇടണം. ചക്കക്കുരുവാ ആരാണ് ചക്കക്കുരു എന്നെല്ലാം പറയുന്നത്? അടുത്ത് എന്തൊരു കണ്ണി ചോരില്ലാത്ത നായിയാന്നാണ് നീയല്ലോ. അവിടെ ഒരാളെ അധ്വാനത്തിനാണ് നീയല്ലോ കളിയാക്കുന്നത്. കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കി വാങ്ങിയ വണ്ടിയാണ് ഇത്. അതിന് കുറച്ച് റെസ്പെക്ട് കാണാ. എനിക്കെല്ലാം ചക്കക്കുരെങ്കിലും ഉണ്ടാ? ഇല്ലാലോ, എന്നാ വായു വിട്ട് കേട്ടിനാ. ഞാൻ ഗവൺമെന്റ് ജോബ് ആയിരുന്നു. ഗവൺമെന്റ് ജോബാ? സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആയിരുന്നു. പോലീസാ? പോലീസ്. പോലീസുകാരനാ ആയിരുന്നു, ഇപ്പൊ അല്ല. പോലീസുകാരനാന്ന് പറഞ്ഞപ്പോ എന്താ നീ പേടിച്ചത്? അങ്ങനല്ല, പേടിച്ചല്ല. ഞാൻ പെട്ടെന്ന് സർപ്രൈസ് പോലെ കേട്ടോ. കുറച്ചു ദിവസം കഴിഞ്ഞ് ഈ വണ്ടീന്റെ അവസ്ഥ ഉണ്ടോ? കുറച്ചു ദിവസം കഴിഞ്ഞ് വണ്ടിന്റെ അവസ്ഥ ഉണ്ടോ? ഫുള്ള് മോഡ് ചെയ്ത് ഫുള്ള് ഒരു റൂൾസ് നോക്കൂല. ഫുള്ള് ശരിയായ അങ്ങനെയല്ല, റൂൾസൊക്കെ നോക്കും. നിയമപരമായിട്ട് മോഡ് ചെയ്യും. മോഡ് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് എടുക്കും. ഓക്കെ, കണ്ടോ? കിസ് അച്ഛനെ കിസ് ചെയ്യാൻ പറയുന്നത് നോക്കണ്ട, അത് നോക്കണം. അങ്ങനെയല്ല, ഇത് ഭ്രാന്തന്മാരാണ് എന്റെ ചാറ്റിലുള്ളത്. അവര് വേറെ അർത്ഥത്തിലാണ് കിസ് ചെയ്യാൻ പറയുന്നത്. ഇത് ഞാൻ ലൈവ് ചെയ്തിട്ട് ആരെ ലൈവിൽ കൊണ്ടുവന്നാലും അവർ അങ്ങനെ പറയും, കിസ് എന്ന് പറയും. അത് വേറെ അർത്ഥത്തിലാണ്. എന്നാ പിന്നെ ആ കിസ് വേണ്ട. ഞാൻ ഉദ്ദേശിച്ചത് സ്നേഹം കൊണ്ടുള്ള ഒരു ബഹുമാനം കൊണ്ടുള്ള ഒരു ഇഷ്ടം കൊണ്ടുള്ള കിസ്. അവന്മാരുദ്ദേശിച്ച കിസ് വേണ്ട. കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലേ. കല്യാണം കഴിച്ചിട്ടില്ലേ? തൊപ്പിനെ പണ്ണം കൊണ്ടുവന്നടാ. എന്തൊരു ഇത് നോക്കണ്ടോ, ഇതൊരു വൃത്തികെട്ട കയറ്റാണ്. ഇവരെ ഇത് നോക്കണ്ട. നിങ്ങള് വണ്ടി ഓടിക്കട്ടെ. I'm gonna drive the car for the first time in my life. ഇതെന്താ നിങ്ങളെന്താ തോന്നി തന്നെ സീറ്റ് ബാക്കോട്ടാക്കിയതാണ്, അല്ലാതെ തൊപ്പിനെ കൊണ്ടുപോകണമല്ല. അപേക്ഷ അടിയിൽ കൈയിട്ടിട്ട് എന്തോ ചെയ്യാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്റ്റാർട്ടിങ് തന്നാ മതി. ഫസ്റ്റ് എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളൂ. ഇതിനടിയിലൊരു ലിവർ ഉണ്ട്. അതിന്റെ അടിയിലൊരു ലിവർ ഉണ്ടെന്ന്. അത് എന്റെ ലിവർ അല്ലേ? അത് നിന്റെ ലിവർ അല്ലേ? സീറ്റിന് അടിയിലൊരു ലിവർ ഉണ്ടെന്നാ പറഞ്ഞത്. ഈ കാലില് അറ്റത്ത് വേണം ക്ലച്ച്. അവിടെ അല്ല, അതിനപ്പുറത്ത്. ഇതാ അത് ബ്രേക്ക്, ഇത് ക്ലച്ച്, അത് ആക്സിലേറ്റർ. ഓക്കെ, ഈ കൈ എടുക്കുക, ക്ലച്ച് വിട്ടുക, അതൊക്കെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, ആക്സിലേറ്റർ ലൈറ്റ് ആയിട്ട് കൊടുക്കുക, വണ്ടി മൂവ് ആവും. ഇങ്ങനെ കംപ്ലൈന്റ് അല്ല, ഇങ്ങനെയല്ല വണ്ടി ഓടിക്കുന്നത്. ക്ലച്ചിന്ന് പതുക്കെ കാലെടുക്കണം. സ്റ്റാർട്ട് ചെയ്യും. ന്യൂട്രാണോ നോക്ക്. എടോ, ന്യൂട്രൽ ഇങ്ങനെ ആട്ടി നോക്കണം. ഇത് അങ്ങോട്ട് ഇട്ട ഫസ്റ്റ്, ഇങ്ങോട്ട് ഇട്ട സെക്കൻഡ്, ഇതിനിടയ്ക്ക് കാണുന്നതാണ് ന്യൂട്രൽ. ഇതിന് സ്പെഷ്യൽ ക്യാഷ് ഉണ്ട് കേട്ടോ. ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരികയാണ് ചെയ്യണത്. അല്ല, ഇത് ഫസ്റ്റ് ഇറക്കി സ്റ്റാർട്ടിങ് മതി, ബാക്കി ഞാൻ ചെയ്തോളൂ. ബാക്കി നിങ്ങൾ കോപ്പി ചെയ്യും. ഈ ഗ്ലാസ് ഒന്ന് തുറന്നു തരുമോ? ആ ഗ്ലാസ് തുറക്കൂല. പോട്ടെ, അങ്ങനെ പറഞ്ഞേ. ചൂടാലേ, നിങ്ങൾ ഒന്ന് പറഞ്ഞ അതിന് കണക്കായിട്ട് ചെയ്യും. ഈ ഗിയർ ലിവറിൽ ഇങ്ങനെ പിടിക്കുക, ക്ലച്ച് ചവിട്ടുക, മുന്നോട്ട് ഇടുക, ഫസ്റ്റ് ഗിയർ. അതിനുശേഷം ആക്സിലേറ്റർ കൊടുക്കുക, നൈസായിട്ട് പോവുക.
പോട്ടെ 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 ലൈറ്റ് ലൈറ്റ് അത് പൊടിച്ച് കളയല്ലോ ഇങ്ങനെ ലൈറ്റ് ഇട്ടു പോട്ടെ ഹലോ പോട്ടെ അടുത്ത് എല്ലാരും നോക്കിയിരിക്കുന്ന ടെൻഷൻ ആകുക. ഒരു ടെൻഷനും ഇല്ല, അങ്ങ് പോട്ടെ. സ്ട്രൈറ്റ് ആയിട്ട് പോട്ടെ, സ്ട്രൈറ്റ് ആയിട്ട് പോട്ടെ. പോവാ പോവാ. ഇതെങ്ങനെ അടുത്ത ഗിയർ എങ്ങനെയാ? അടോ ഈ സെക്കൻഡ് ഗിയറിൽ പോകാനുള്ള ദൂരേ ഉള്ളത്. കേറി ഇവിടെ മൊത്തം ഗിയറിടണമെന്നാ തനിക്ക് ഭ്രാന്ത് വല്ലതും ഉണ്ടോടോ? അല്ല അങ്ങനല്ല, ഈ ഗിയർ മാറ്റണ്ടേ? അപ്പൊ ഗിയർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു കുറച്ചും കൂടി സ്പീഡിൽ ഓടിച്ചാലേ മാറ്റാൻ പറ്റുള്ളൂ. സ്പീഡിൽ ഓടിക്കാൻ തനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഈ ക്ലച്ച് ഒന്ന് കാലെടുക്കണോ, ആക്സിലേറ്റർ കൊടുക്ക്. എടോ നശിപ്പിക്കല്ലേ, ക്ലച്ച് ഔട്ട്, ക്ലച്ച് ഔട്ട്, ക്ലച്ച് ഔട്ട്. കംപ്ലൈന്റ്, വണ്ടി കംപ്ലൈന്റ്. വണ്ടി അല്ല കംപ്ലൈന്റ്, നീയാണ് കംപ്ലൈന്റ്. ഇപ്പൊ പോട്ടെ, ക്ലച്ച് ചെയ്യുന്ന പതുക്കെ കാലെടുക്കണം, ആക്സിലേറ്ററിൽ പതുക്കെ കാല് കൊടുക്കണം. പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ട്. കൊല്ലാൻ കൊണ്ടുപോവുകയാണോ സത്യത്തില്? അല്ല എനിക്ക് അറിയാൻ വേണ്ടിട്ട് ചോദിക്കുക. എന്റെ അച്ഛന്റെ വണ്ടിയാ ബ്രോ. അങ്ങനെ ഇത് സെക്കൻഡ് എങ്ങോട്ടാന്ന് മറന്നു. അതാ ഇങ്ങനെ നേരെ മെമ്പിലോട്ട് ഫസ്റ്റ്, അതിന്റെ നേരെ താഴത്തേക്ക് സെക്കൻഡ്. ക്ലച്ച് ചെയ്യുന്ന പതുക്കെ കാലെടുക്കുക, ആക്സിലേറ്റർ പതുക്കെ കാല് കൊടുക്കുക. ക്ലച്ച് ചെയ്യുന്ന പതുക്കെ കാലെടുക്കുക, ആക്സിലേറ്റർ പതുക്കെ കാല് കൊടുക്കുക. ക്ലച്ച് ചെയ്യുന്ന പതുക്കെ കാലെടുക്കുക, ഇതൊക്കെ പറഞ്ഞിട്ട് നീ ഇപ്പൊ കാണിച്ചാൽ തോന്നാണ് ബ്രോ. നിങ്ങനെ ടെൻഷൻ ആക്കുന്നോണ്ടാ, നിങ്ങൊന്ന് കാമാകുക. ക്ലച്ച് ചെയ്യുന്ന പതുക്കെ കാലെടുക്കുക, ആക്സിലേറ്റർ പതുക്കെ കാല് കൊടുക്കുക. ആ ഇതാണ് 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 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എന്റെ ദൈവമേ, താങ്ക് യു. ഇങ്ങനെ ഇതെന്ത് ഇങ്ങോട്ട് വണ്ടി വരുന്നത്? അപ്പൊ എന്താക്കണം? ഒന്നും ആക്കണ്ട, അവന്മാരാക്കി പൊക്കോളും. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്രീസിയേഷൻ. റിട്ടേൺ വാ റിട്ടേൺ വാ റിട്ടേൺ വാ റിട്ടേൺ വാ റിട്ടേൺ വാ. സോറി 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 സോറി. ഞാൻ പഠിച്ചില്ലേ? ഓ യു ആർ അമേസിംഗ് മാൻ. ഇനി എന്താ പഠിക്കാനുള്ളേ? ഇനി ഒന്നും പഠിക്കാനില്ല. ഓക്കെ, എവറിത്തിങ് ഈസ് ഓക്കെ. ശരിയോ? ശരിക്കും നന്നായിട്ട് ഇനി ഗിയർ ഇടാനും ക്ലച്ചൊന്ന് കാലെടുക്കാനും മാത്രം പഠിച്ചാൽ മതി. വണ്ടിയുടെ സ്റ്റിയറിംഗ് ഒക്കെ പക്കയാ. പേടിച്ച് വണ്ടി അടിച്ചതാണ്. അത് നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി. വണ്ടി അടിക്കൂടാ, പോടാ. നോക്കി അണ്ടിമ്മ നോക്കിട്ട് ഓടിക്കുന്ന. എടാ പോടാ, എടാ ഒന്ന് പോടാ. എടാ വണ്ടി അടിക്കും, അന്നാടെ വണ്ടി അടിക്കും, അന്നാടെ വണ്ടി അടിക്കും, വണ്ടി അടിക്കും, വണ്ടി അടിക്കും, വണ്ടി അടിക്കോ. മാസെടുക്കുമ്പോ കുട്ടിയെ ശല്യപ്പെടുത്തരുത്. നിങ്ങൾ ഏതെങ്കിലും വണ്ടി അടിക്കുക, വണ്ടി അടിക്കുക. ഏതെങ്കിലും ഒരു വണ്ടി നിങ്ങളെ പണിയാവുക. പോയിക്കോ. എടാ പേടിപ്പിക്കല്ല, പോടാ. അടുത്ത എന്തൊരു സമാധാനത്തിലൊന്നും പഠിക്കാൻ പെടൂല ഇവര്. എങ്ങോട്ടാകോ? മാറടാ, എടാ മാറി. മാറടാ മാറടാന്ന് വിളിച്ചു പറയാതെ ഓണടിക്കടാ. ദുബായിന്റെ അണ്ടി പോടാ. ഇവൻ ചാവും, ഇവൻ ചാവും. എടാ ചാവും, ചാവും. എടാ മാറി, എടാ മാറി. ഗിയർ മാറിപ്പോല്ലോ. നീ നേരെ നോക്കി ഓടിക്കും. അതിന് എനിക്ക് ആപത്ത് എനിക്കുന്നു. എടാ പോടാ, പോടാ. സ്റ്റാർട്ടാവുന്നില്ല. നിങ്ങൾ വണ്ടി തന്നെ പറ്റിക്ക. ഒന്ന് പോടാ. നിങ്ങൾ അച്ഛൻ തോർന്ന, നിങ്ങൾ അച്ഛൻ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ആ സ്റ്റാർട്ടായി 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 സ്റ്റാർട്ടായി. സ്റ്റാർട്ടായി സ്റ്റാർട്ടായി. ഫസ്റ്റ് എങ്ങനെയാ? ഫസ്റ്റ് എങ്ങനെയാ? ഫസ്റ്റ് എങ്ങനെയെങ്കിലും എടുക്കോ. സെക്കൻഡ് എങ്ങനെയാ? സെക്കൻഡ് ആരാ? ആയാ കളവൻ ചാവും. ഒന്നും ചാവൂല. നിർത്തല്ലേ. നിങ്ങൾ
വീട്ടിലേക്ക് എടുത്തത്